ഇന്നത്തെ നമ്മുടെ അതിഥി ശാന്തി ഇന്റർനാഷണൽ ദുബായ് സിഇഒ ആൻഡ് ഡയറക്ടർ ഓഫ് വൈൽഡ് പ്ലാനറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരള. ഇതുകൂടാതെ തന്നെ ഒരു സോഷ്യൽ വർക്കറും ചാരിറ്റി പ്രവർത്തകരുമായ ശ്രീ ടി എൻ കൃഷ്ണകുമാർ. നമസ്കാരം കൃഷ്ണകുമാരേട്ടാ. നമസ്കാരം. അപ്പോ നമ്മളിന്ന് അവസാനം ചേട്ടനെ കുറെ നാളായി ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുന്നു. അവസാനം സൗകര്യം ഒത്ത് എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ വെൽക്കം ടു അവർ ഷോ ആൻഡ് വെൽക്കം ടു സ്പാർക്സ് മീഡിയ ഹൗസ്. എന്റെ പേരിലും സ്പാർക്സ് മീഡിയയുടെ പേരിലും വെൽക്കം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. ചേട്ടന്റെ ഈ UAE ജീവിതത്തിലെ ബിസിനസ് ആ ഒരു വളർച്ച അതിനെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാമോ? ഞാന് 1995 ആക്ച്വലി ഗൾഫ് കൺട്രിയിൽ വരുന്നത്. പക്ഷെ ആക്ച്വലി ആദ്യം വന്നത് മസ്കറ്റിലായിരുന്നു. മസ്കറ്റില് ഒരു ഭവാൻ എഞ്ചിനീയറിംഗ് കമ്പനി, അവിടെ ഓയിൽ ആൻഡ് ഗ്യാസ്, ബേസിക്കലി പെട്രോളിയം ഡെവലപ്മെന്റുമാണ്, LNG സോ ആ അക്കൗണ്ട് നോക്കാനായിട്ടാണ്. അന്നൊരു ഹോളക് ലാക് സ്പാനിങ്, ഹോളക് മിഡൻ സ്പാനിങ് എന്ന് പറയുന്നത്, ഇന്നതൊരു ഈറ്റൺ എന്നാണ് ആ കമ്പനിയുടെ പേര്. ആ കമ്പനിയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് നോക്കാനായിട്ടാണ്, അക്കൗണ്ട് നോക്കാനായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 2001 വരെ ഞാൻ മസ്കറ്റിലുണ്ടായിരുന്നു. 2001 ഷ്നൈഡർ ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. 2001 ഒക്ടോബറിലാണ് ഞാൻ അബുദാബി വരുന്നത്. വന്നപ്പോൾ UAE മാത്രം ഇൻചാർജായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷ്നൈഡർ ഇലക്ട്രിക് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് മൾട്ടിനാഷണൽ കമ്പനിയാണ്. അത് 2003 വരെ ഞാൻ അബുദാബിയിൽ ഉണ്ടായിരുന്നു. 2003 ദുബായിലോട്ട് വരുന്നത്. ദുബായിലെ ഷ്നൈഡർ ഇലക്ട്രിക്കിന്റെ ഹെഡ് ഓഫീസ് അന്ന് ജബൽ അലി ഫ്രീ സോളിലായിരുന്നു, അങ്ങോട്ട് മാറി. അപ്പോൾ UAE, ഒമാൻ ആൻഡ് ബഹ്റൈൻ, അങ്ങനെ 3 രാജ്യങ്ങളാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയത്. അത് 2006 വരെ കണ്ടിന്യൂ ചെയ്തു. 2006 അരീവ TND എന്ന് പറഞ്ഞിട്ട്, അരീവ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രഞ്ച് ഗവൺമെന്റ് ആണ്. അവര് into uranium enrichment, uranium mining, nuclear power reactor and power transmission distribution. പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷനിലായിരുന്നു. അപ്പൊ അത് 2011 വരെ കണ്ടിന്യൂ ചെയ്തു. അതിന്റെ മിഡിൽ ഈസ്റ്റിന്റെ റീജിയണൽ ഡയറക്ടറായിരുന്നു. ഞാനന്ന് റിപ്പോർട്ട് ചെയ്തത് പാരീസിൽ ആണ്. ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഫ്രാൻസിലുണ്ടായിരുന്നു ഹെഡ് ഓഫീസ്, അവിടെ ഞാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് 2011 വരെ കണ്ടിന്യൂ ചെയ്തു. 2011 ജനറൽ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ, ജനറൽ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേരിക്കൻ കമ്പനിയാണ്. അതിന്റെ ഗ്ലോബൽ ലീഡർ ഫോർ ഓയിൽ ആൻഡ് ഗ്യാസ് പെട്രോകെമിക്കൽ. ഇങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത് ജിയുടെ. അതൊരു 4-5 വർഷത്തോളം US റിപ്പോർട്ടിംഗ്. ഇവിടെ ബേസ് ചെയ്തിരിക്കുന്ന ദുബായ്, പക്ഷെ റിപ്പോർട്ടിംഗ് പ്ലെയിൻവിൽ കണക്ടിക്കറ്റ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് കണ്ടിന്യൂ ചെയ്തു അണ്ടിൽ 2015 വരെ. 2015 മിഡിൽ ഈസ്റ്റിന്റെ റീജിയണൽ ഹെഡ് ആയിട്ട്, കംപ്ലീറ്റ് വെർട്ടിക്കൽ. മറ്റത് ഓൺലി ഓയിൽ ആൻഡ് ഗ്യാസ് പെട്രോകെമിക്കൽ ആണെങ്കിൽ കംപ്ലീറ്റ് എല്ലാ വെർട്ടിക്കലിന്റെയും ഹെഡായിട്ട് മിഡിൽ ഈസ്റ്റിന്റെ റീജിയണൽ ഹെഡായിട്ട് കിട്ടി. ജി പവർ, ജി എനർജി മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നു. അത് 2018 വരെ കണ്ടിന്യൂ ചെയ്തു. 2018 ഞങ്ങളുടെ ഡിവിഷൻ ABB ടേക്ക് ഓവർ ചെയ്തു. അങ്ങനെ ABBയുടെ പാർട്ടായി. ABBയുടെ മിഡിൽ ഈസ്റ്റ് റീജിയൻ ഹെഡായിരുന്നു. EPIS പറഞ്ഞ ഡിവിഷന്റെ റീജിയണൽ ഹെഡായിരുന്നു. ആ സമയത്താണ് ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്ന് വിചാരിച്ച് എന്റെ സ്വന്തം കമ്പനി സ്റ്റാർട്ട് ചെയ്യണം 2020. ഈ ശാന്തി ഇന്റർനാഷണൽ മാനേജ്മെന്റിന്റെ ഒരു ഏരിയ ഓഫ് ഫംഗ്ഷൻ എന്തൊക്കെയാണ് ആക്ച്വലി? എന്റെ ഫോക്കസ്, ഞാൻ 1988 എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് സ്വിച്ച് ഗിയർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, പവർ പ്രൊട്ടക്ഷൻ. നാട്ടില് മുംബൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 88 to 95 ലാസ്റ്റ് ലൈൻ ട്യൂബറോ എന്ന് പറഞ്ഞ കമ്പനി മുംബൈയിൽ, അല്ല ബ്രാഞ്ച് ഹെഡ് ആയിരുന്നു. 95 ഇവിടെ വന്നു. അപ്പൊ അന്ന് മുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനികളിലും പവർ, ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന സെഗ്മെന്റിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. അതിന്റെ എക്സ്പെർട്ടൈസ് ആണ്. അപ്പൊ അതില് ഹൈ വോൾട്ടേജ് സ്വിച്ച് ഗിയർസ്, മീഡിയം വോൾട്ടേജ് സ്വിച്ച് ഗിയർ ആൻഡ് ലോ വോൾട്ടേജ് സ്വിച്ച് ഗിയർ, പ്ലസ് പവർ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ്. അപ്പൊ ഈ ഓൾ മേജർ എക്യുപ്മെന്റ് ഇൻ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഇതിലാണ് എന്റെ എക്സ്പെർട്ടൈസ്. അത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. അതിന്റെ പ്രോജക്ട് മാനേജ്മെന്റ്. സോ ഐ വർക്ക് ആസ് എ കൺസൾട്ടന്റ്. എന്റെ പഴയ കമ്പനികൾക്കും വർക്ക് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് കൺസൾട്ടന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതാണ് കണ്ടിന്യൂ.
ഓക്കെ. ഇപ്പൊ എത്ര എംപ്ലോയീസ് ഉണ്ട് ചേട്ടന്റെ? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ ജബലലി ഫ്രീ സോണിൽ ഒരു കമ്പനി ഉണ്ട്. അവിടെ ഒരു 180ഓളം എംപ്ലോയീസ് ആണ് അവിടെ ഉണ്ട്. ഓഫീസ് സ്റ്റാഫ് പ്ലസ് വർക്കേഴ്സ് എല്ലാം എല്ലാം 180 ഉണ്ട്. അതുപോലെ ഇപ്പോ അപ്പൊ അൽക്കോസിൽ ഒരു കമ്പനി ഉണ്ട് അതിന്റെ അവിടെയാണെങ്കിൽ അറൌണ്ട് 53 പീപ്പിൾ ഇപ്പോൾ ഉണ്ട് അങ്ങനെയുണ്ട്. പിന്നെ അല്ലാതെ DAC എന്റെ പഴയ കമ്പനിയിൽ അത് ഇറ്റ്സ് മൾട്ടി ഇൻഡസ്ട്രി. ഞാൻ വർക്ക് ചെയ്യണത് കൺസൾട്ടന്റ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഏത് കമ്പനികളുടെ ആണോ ആ കമ്പനികളുടെ കൺസൾട്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റാഫ് വേരീസ്. ഓരോ ഓഫീസിലും അതിൻ്റെതായിട്ടായിരിക്കും. സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഈ UAE അതിനെന്തെങ്കിലും എന്താ പറയാ മേജർ ഡിഫിക്കൽട്ടീസ് ഓർ മേജർ ആ ഒരു കടമ്പ ചേട്ടൻ എങ്ങനെ കടന്നത്? ആക്ച്വലി പറഞ്ഞാല് ഞാനിപ്പോ 37 വർഷമായി ഈ പ്രൊഫഷണൽ ലൈഫിൽ. UAE പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബിസിനസ് ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ ഒരാൾക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഫീൽഡിലായിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാറ്ററിംഗിലായിക്കോട്ടെ, നിങ്ങൾ ഒരു മ്യൂസിക് സ്കൂൾ ആയിക്കോട്ടെ, എനി വെറൈറ്റി അതിലൊക്കെയും ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവർക്കെല്ലാം വളരെ ബിസിനസ് ഫ്രണ്ട്ലിയാണ്. അതിന് പല പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ നമുക്ക് ലാൻഡ് ലൈസൻസ് ഉണ്ട്, ഫ്രീ സോൺ ലൈസൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് നോക്കുക. ഓക്കെ, നമുക്ക് കൂടുതലും ഗവൺമെന്റ് ഓർഗനൈസേഷൻസിന്റെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡ് ലൈസൻസ് എടുക്കാം. ഇല്ല, നമുക്ക് കൂടുതലും നമ്മൾ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ സോൺ. ഇതിന് ഓരോന്നിനും പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. നമുക്ക് അതിന്റെ ഓരോ കമ്പാരിസൺ ചെയ്യാൻ പറ്റും. നമുക്ക് ലാൻഡ് ലൈസൻസിൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്താണ്, അങ്ങനെ പല കമ്പാരിസൺ ഉണ്ട്. വളരെ ബിസിനസ് ഫ്രണ്ട്ലിയാണ്, വളരെ ഈസിയാണ് ഒരു കമ്പനി ഇവിടെ UAE സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടുത്തെ റൂളേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും വളരെ സപ്പോർട്ടീവാണ് ആക്ച്വലി നമുക്കൊരു ബിസിനസ് തുടങ്ങാനായിട്ട്. അധികം നൂലാമാലകളൊന്നും ഇല്ലാതെ, അധികം റെഡ് ഒന്നും ഇല്ലാതെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ ഏറ്റവും പറ്റുന്ന ഒരു സ്ഥലമാണ് UAE. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ ശാന്തി ഇന്റർനാഷണൽ അല്ലാതെ വേറെ ഏതെങ്കിലും സംരംഭം ഉണ്ടോ ഇവിടെ? ഞാൻ ആക്ച്വലി പറഞ്ഞില്ല, 2019 വരെ 2020 വരെ ഞാൻ മൾട്ടിനാഷണൽ കമ്പനികളാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോഴൊക്കെ ഞാൻ ഒത്തിരി യാത്ര ചെയ്യുമായിരുന്നു. ഞാൻ ഒരു അറൌണ്ട് 86ഓളം രാജ്യങ്ങൾ ഞാൻ ഒഫീഷ്യലായിട്ടും പേഴ്സണലായിട്ടും യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം പലയിടത്ത് പോകുമ്പോഴും ഒഫീഷ്യലായിട്ടും പേഴ്സണലായിട്ടൊക്കെ പല പല റിസോർട്ട്സിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഭയങ്കര ആഗ്രഹം മനസ്സിൽ, എന്തുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു റിസോർട്ട്, അത് നമ്മുടെ നാട്ടിൽ. നമ്മുടെ കേരളം എന്ന് പറഞ്ഞ നാച്ചുറൽ ബ്യൂട്ടിയാണ്, ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമുക്കിതൊന്നും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ നദികളും മലകളും അതുപോലെ തന്നെ കായലും കടലും അല്ലെ, വളരെ പച്ചപ്പരപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടുക്കിക്കാരനാണ്, ഇടുക്കി ജില്ലക്കാരനാണ്. പിന്നെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വയനാട് സ്ഥലമാണ്. വയനാട് കഴിഞ്ഞിട്ട് ലാൻഡ്സ്കേപ്പ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതെ. അപ്പൊ ഇവിടെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഒരു നല്ലൊരു അപ്സൈഡ് ആയിട്ടുള്ള ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു മനസ്സിൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോ പലയിടം നോക്കി. ഇടുക്കിയാണ് ഞാൻ ആദ്യം നോക്കിയത്, കാര്യം എന്റെ ജില്ല, എന്റെ ജന്മദേശമാണ്. പക്ഷെ അവിടെ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ മൂന്നാറൊക്കെ പോയപ്പോൾ കൊമേഴ്സ്യലി നമുക്ക് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്താലും ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് ചെയ്യുള്ളൂ. ഞാൻ ടാക്സ് കൊടുക്കാനാണെങ്കിൽ ഒരിക്കലും ഗവൺമെന്റ് എതിരായിട്ട് ചെയ്ത്, ഇല്ലെങ്കിൽ അവിടെയുള്ള താമസിക്കുന്ന ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ട് നമ്മളൊന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ വയനാട് നല്ലൊരു സ്ഥലം കിട്ടി. ബാണാസുര ഡാമിനോട് ചേർന്ന് ബാണാസുര ലേക്കിലോട്ട് ഫേസ് ചെയ്ത് പുറകുവശത്ത് ബാണാസുര ഹിൽ, അങ്ങനെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലൊക്കേഷൻ കിട്ടി. അവിടെയാണ് എൻ്റെ ഫസ്റ്റ് ലക്ഷറി റിസോർട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അത് സെറനിറ്റി റിസോർട്ട്, സെറനിറ്റി റിസോർട്ട് LLP എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. ട്രിപ്പ് അഡ്വൈസർ വേൾഡിലെ വെച്ച് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഇതുമാതിരി ലക്ഷറി റിസോർട്ടിനെ റേറ്റ് ചെയ്യണ ഒരു ട്രാവൽ അഡ്വൈസറിയാണ് ട്രിപ്പ് അഡ്വൈസർ. അവര് ഇന്ന് ഇന്ത്യയിലെ ദ ബെസ്റ്റ് ട്രാവലേഴ്സ് ചോയ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് കഴിഞ്ഞ 7 വർഷമായിട്ട് ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ റിസോർട്ടിന് അവാർഡ് കിട്ടുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മുടെ മലയാളീസ് തന്നെയാണോ അതോ? എല്ലാവരും മലയാളികളാണ്. മലയാളികളെന്ന് മാത്രമല്ല, ഞാൻ ആ ഏരിയയിലുള്ള ആൾക്കാർക്കാണ്, ഒത്തിരി ട്രൈബൽസിനും ഒക്കെയാണ് നമ്മൾ ജോലി കൊടുത്തത്. ആ വയനാട്ടിലുള്ള വളരെയധികം ആൾക്കാര്
അവിടെയുള്ള സ്ത്രീകൾക്ക് അവർക്ക് നമ്മൾ ആ ഏരിയയിൽ അവർക്ക് ഇവിടെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ചെയ്യണം. ഞാന് ഇത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നോക്കിയ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു കാരണവശാലും എൻവയൺമെന്റ് നശിപ്പിക്കരുത്. ഞാനൊരു എഞ്ചിനീയറാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ കൺസ്ട്രക്ഷൻ ചെയ്യുക? നമ്മളൊരു വലിയ മലയാണ്, അവിടെയാണ് ഞങ്ങൾ ചെയ്യണത്. മെയിൻ ആയിട്ട് വളരെ ഈസി ആയിട്ട് ചീപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ കുന്നിടിച്ചു കളയും. ഇടിച്ചു കളഞ്ഞിട്ട് മണ്ണെടുത്ത് കളഞ്ഞ് കൺസ്ട്രക്ട്. ഇതാണ് ഒരു വഴി. നമ്മൾ ചെയ്തില്ല. ഇപ്പോൾ ആ മല അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ മരങ്ങളൊന്നും തന്നെ വെട്ടാതെ അതിനോട് എൻവയൺമെന്റിനോട് ചേർന്ന് ചെയ്തു. അപ്പൊ ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടും, പക്ഷെ എന്നാലും നമ്മൾ എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ചെയ്തു. അപ്പൊ അതിന് ഗുണമുണ്ടായി. അതിനുശേഷം പല പ്രശ്നങ്ങളും വയനാടും കേരളത്തിലും ഉണ്ടായി. ഇപ്പൊ 2018 ഫ്ലഡ് ആണെങ്കിലും 2019 ഫ്ലഡ് ആണെങ്കിലും ഇപ്പൊ 2024 ചുരൽമലയിൽ നടന്ന നമ്മള് ഭാഗ്യം കൊണ്ട് നമ്മളെ എഫക്ട് ചെയ്തിട്ടില്ല. കാര്യം ഞാൻ എൻവയൺമെന്റിനെ നമ്മൾ എപ്പോഴും ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മൾ പണിഷ് ചെയ്യുന്ന വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യാതെ ചെയ്തു. പിന്നെ ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടത്തക്ക രീതിയിൽ, പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഇന്ന് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ഥലമാണ്, ഒരു ലാൻഡ് ലോക്ട്. ഒരു സൈഡില് അറേബ്യൻ സീ, മറ്റൊരു സൈഡില് നമ്മുടെ മലകളുമാണ്. വളരെ ചെറിയ ലാൻഡ് ലോക്ട് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ വന്നിട്ട് ഞാനൊരു കെമിക്കൽ കമ്പനിയോ ഇല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസർ കമ്പനിയോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനി അതിന് ഒത്തിരി വെള്ളം യൂസ് ചെയ്യുന്ന അങ്ങനെ ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അത് വേണ്ട. അതിന് പകരം ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിന് യോജ്യമായിട്ടുള്ള ഒന്നാണ് ട്രാവൽ ആൻഡ് ടൂറിസം. അത് നമ്മുടെ കേരളത്തിന്റെ ടൂറിസത്തിന് പൊട്ടൻഷ്യല് നമ്മൾ വേറെ രാജ്യങ്ങളിൽ, നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള സ്റ്റേറ്റുകളാണെങ്കിലും ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങൾ അവർക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതി, അതിലോട്ടാണ് പോയത്. അപ്പൊ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ലോക്കലായിട്ടുള്ള ആൾക്കാരെ ഇൻവോൾവ് ചെയ്ത് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങ് ചെയ്തു. അതാണ് സ്റ്റാർട്ട്. ഞങ്ങള് സെറിനിറ്റിയാണ് എന്റെ ഫസ്റ്റ് പ്രോജക്ട് ഞങ്ങൾ ചെയ്തു. അതിനുശേഷം വൈൽഡ് പ്ലാനറ്റ് വന്നിട്ട് അത് ഒരു കോഴിക്കോട് ബേസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവരുടെ കൂടെ ചേർന്ന് വൈൽഡ് പ്ലാനറ്റ് നീൽഗ്രീസ്, അത് ദേവാല എന്ന് പറയും അവിടെ. ആക്ച്വലി അത് അങ്ങോട്ട് എൻട്രി തമിഴ്നാട്ടിലാണത്. അപ്പോ നമ്മള് അവിടെ ഒരു റിസോർട്ട്, നമ്മുടെ വൈൽഡ് പ്ലാനറ്റ് നീൽഗ്രീസ്, പിന്നെ അതേമാതിരി വൈൽഡ് പ്ലാനറ്റ് ബാണ ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെയും ഡയറക്ടറാണ് അതിൽ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രോജക്റ്റ് ഞങ്ങൾ ബന്ദിപ്പൂരിൽ കർണാടകയിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രോജക്ട് അപ്രൂവലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ ഞങ്ങൾ നോക്കുന്നുണ്ട്. വയനാട് തന്നെയാണ്. വയനാട് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അനാവശ്യമായിട്ട് സ്പോയിൽ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. കൊമേഴ്സ്യലി സ്പോയിൽ ചെയ്യാത്ത വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലമാണ് നോക്കുന്നത്. മേജർ ആയിട്ടുള്ള ഇങ്ങനെ സോഷ്യൽ ആക്ടിവിറ്റികളുടെ സംഘടന ഏതിലൊക്കെ ചേട്ടുണ്ട്? അത് ഇവിടുത്തെ സഹകരണം എങ്ങനെയാണ്? ഞാൻ ഇവിടെ വന്ന് വളരെ വർഷങ്ങളായിട്ട് ഞാൻ ദുബായ് പോലീസിന്റെ വോളണ്ടിയറാണ്. ദുബായ് പോലീസിന്റെ വളരെയധികം ആക്ടിവിറ്റീസിൽ, ഈവൻ ഡ്യൂറിങ് കോവിഡ് ടൈമിൽ ദുബായ് പോലീസിന്റെ ഒരു അവയർനെസ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. നമ്മളെ തുടക്കത്തില് നമുക്ക് എല്ലാവർക്കും ഭയമായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അറിയാം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അന്ന് ലേബർ ക്യാമ്പിൽ ഒത്തിരി അധികം ലേബേഴ്സ്, അവർക്കൊന്നും അറിയില്ല എന്താ ചെയ്യാൻ പാടില്ല. അപ്പൊ അന്ന് ദുബായ് പോലീസിന്റെ കൂടെ ഞങ്ങള് ഒരു അവയർനെസ് ക്യാമ്പയിൻ പല ഭാഷകളിൽ, ഉറുദു, ബംഗ്ല, അതുപോലെ തന്നെ അറബിക്, അങ്ങനെ പിന്നെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, അങ്ങനെ പല അവർക്ക് ലേബേഴ്സിന് അറിയുന്ന ഭാഷകളിൽ നമ്മൾ എന്തെല്ലാം ചെയ്യാനുള്ള ഒരു അവയർനെസ് ക്യാമ്പയിൻ ദുബായ് പോലീസിന്റെ കൂടെ നടത്തിയിരുന്നു. അത് 2020, അതായത് കോവിഡ് പീക്ക് ആയിരിക്കുന്ന സമയത്താണ്. അന്ന് തന്നെ ഞങ്ങള് ദുബായ് പോലീസിന്റെ കൂടെ ഹൈജീൻ കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായ് പോലീസിന്റെ കൂടെ. അപ്പൊ അന്ന് എഗെയിൻ ഈ പറഞ്ഞത് നമുക്ക് ലക്ലി നമ്മുടെ കൂട്ടത്തിലെ ആൾക്കാർക്ക് അറിയാം എന്ത് പാടില്ല എന്ന് പാടില്ല. അത് അറിയാൻ പാടില്ലാത്ത ഒരു പറ്റം ആൾക്കാരുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പം പല പ്രാവശ്യം ദുബായ് പോലീസിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ CDA കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ വോളണ്ടിയറാണ് ഞാൻ. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള അക്കാഫ് അസോസിയേഷൻ ഉണ്ട്. അതിന്റെ ത്രൂ CDA വോളണ്ടിയറാണ് ഞാൻ. ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ റമദാൻ ടൈമിലും ഇഫ്താർ കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കോവിഡ് ടൈമില് ഏറ്റവും കൂടുതൽ ആൾക്കാരെ റീപാട്രിയേറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലെത്തിക്കാൻ സാധിച്ചു. കാര്യം ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ടു ആ കോവിഡ് ടൈമിൽ. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട ഈ പാവപ്പെട്ട ഈ വർക്കേഴ്സിന് തിരിച്ച് നാട്ടിലെത്താൻ കഴിയാതെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അക്കാഫ് അസോസിയേഷന്റെ കൂടെ ചേർന്ന് ഞങ്ങൾ 6ഓളം ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തു. പിന്നെ അത് കൂടാതെ ഒരു ഫ്ലൈറ്റ്, നമ്മളൊരു ദുബായ് ഫ്ലൈറ്റ് അന്ന് ദുബായിന്റെ കൊച്ചിക്ക്
193 പേരെ നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി. അതിൽ മാത്രം ഞാനൊരു 66 ടിക്കറ്റ് ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്തു. അതാണ് ഒരു മേജറായിട്ട് ഫസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഒരു 148 പേരെ നമ്മൾ ഇന്ത്യയിലെ 10ഓളം സിറ്റികളിലോട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് RT-PCR ചെയ്ത് കൊണ്ടുപോയി ഇതെല്ലാം ടിക്കറ്റ് എടുത്ത് കൊടുത്തു, നാട്ടിലെത്തിച്ചു. കാര്യം ഇവരെല്ലാം ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ അവർക്ക് വീട്ടില് അവരുടെ ഫാമിലി ഇവരെ പ്രതീക്ഷിച്ചിരിക്കുക. കാര്യം ഒന്നാമത് ഈ കോവിഡ് എന്ന് പറഞ്ഞ പേടിയാണ്, രണ്ടാമത് കോവിഡായി ജോലി നഷ്ടപ്പെട്ടു, പൈസ ഇല്ല, അപ്പൊ ആഹാരം കഴിക്കാനില്ല, കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഇവരെല്ലാം തിരിച്ച് അവരുടെ ഫാമിലിയായിട്ട് റീയൂണൈറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണ്. അപ്പം അന്ന് നമ്മുടെ ഇവിടുത്തെ ദുബായിലുള്ള UAE-യിലുള്ള അതോറിറ്റീസും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇവരെല്ലാം തിരിച്ച് നാട്ടിലെത്തിച്ചത്. അതുകൂടാതെ ഒരു 40ഓളം ശ്രീലങ്കൻസിനെ അത് ശ്രീലങ്കൻ കൗൺസിലേറ്റുമായിട്ട് ചേർന്നിട്ട് കൊളംബോയിൽ എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ അത് ചെയ്തു. പിന്നെ ഞാൻ കേരള ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത ലോക കേരള സഭാ മെമ്പറാണ്. കഴിഞ്ഞ 2 ടെന്യൂറായിട്ട് ഞാൻ ലോക കേരള സഭാ മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. അതും ഇതാണ് കാര്യം, ഏറ്റവും കൂടുതൽ സോഷ്യലായിട്ട് വർക്ക് ചെയ്യണ ഓർഗനൈസേഷൻസുമായിട്ട് പ്രവാസികളായിട്ട് വർക്ക് ചെയ്യുന്നവരെ കേരള ഗവൺമെന്റ് കണ്ടുപിടിച്ച് ഓരോ സ്റ്റേറ്റ് ഓരോ ഡിസ്ട്രിക്റ്റിനും അവര് എന്താ പറയുക ഒരു പ്രൊവിൻസ് കൊടുത്ത് ഓരോ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ഒരു ലോക കേരള സഭ നടത്തിയപ്പോൾ 2 ടെന്യൂറായിട്ട് ഞാൻ ലോക കേരള സഭാ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അത് കൂടാതെ ഞാൻ ഇവിടുത്തെ ലയൺസ് ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഹ്യൂമാനിറ്റേറിയനിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ്. അപ്പൊ അതിന്റെ താഴെ ഇവിടെ ഞാൻ ഒരു ദുബായ് എമറാൾഡ് എന്ന് പറഞ്ഞ ലയൺസ് ക്ലബിന്റെ ചാർട്ടർ പ്രസിഡന്റാണ്. അതുകൂടാതെ UAE ലയൺസിന്റെ കൺട്രി ഓഫീസർ ഫോർ ഗവൺമെന്റ് റിലേഷൻ ആണ്. ഞങ്ങൾ ദുബായ് ഹ്യൂമാനിറ്റേറിയനിൽ രജിസ്റ്റർ ചെയ്ത് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള UAE രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. വളരെയധികം സോഷ്യൽ ചാരിറ്റബിൾ വർക്ക് ഞങ്ങൾ ലയൺസ് ക്ലബിന്റെ താഴെ ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ പ്രവാസി ലീഗൽ സെൽ, അത് ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു NGO ആണ്. സുപ്രീം കോർട്ട് ലോയേഴ്സും ഹൈക്കോർട്ട് ലോയേഴ്സും സുപ്രീം കോർട്ട് ജഡ്ജസ് റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജസ് ഒക്കെയാണ് അതിൽ മെമ്പേഴ്സ്. അപ്പം ഇന്ത്യയിൽ ഉള്ള ഇന്ത്യൻസിന് നിയമസഭപരമായിട്ട് അപ്പൊ ഒരു ഗ്രൂപ്പിൽ ഒരു ഇൻഡിവിജ്വലിനല്ല ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ കോർട്ടിലൊക്കെ അഡ്രസ് ചെയ്യാനുള്ള സംഘടന അവരുടെ ദുബായ് ചാപ്റ്ററിന്റെ പ്രസിഡന്റാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ന്യൂമാൻ കോളേജ് അലുമിനിയുടെ പ്രസിഡന്റാണ്. പിന്നെ ഇവിടെ OSAI എന്ന് പറഞ്ഞിട്ട് ഈ ഹെൽത്ത് ആൻഡ് കെയറിന്റെ സെക്യൂരിറ്റി അതിന്റെ റീജിയന്റെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക റീജിയന്റെ ബോർഡ് ഓഫ് ഡയറക്ടറാണ്. സോഷ്യൽ ആക്ടിവിറ്റീസ് ഇപ്പോ ചേട്ടൻ പറഞ്ഞ ഒരുപാട് സോഷ്യൽ സംഘടനകളും നമ്മുടെ പ്രവാസികൾക്കായിട്ടുള്ള ഒരുപാട് ഹെൽപ്പ് ആയിട്ടുള്ള ഒരുപാട് സംഘടനകളൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ പ്രവാസികൾ എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല. ഇതിന്റെയൊക്കെ സഹായം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സേവനം നമുക്ക് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ പ്രവാസികൾക്ക് എങ്ങനെയാണ് അത് കിട്ടുക? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ലേബേഴ്സ്, അതുപോലെ തന്നെ വളരെ താഴ്ന്ന ഇതില് സാലറിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇപ്പൊ അവർക്ക് എന്തെങ്കിലും സഹായമോ ഏതെങ്കിലും രീതിയിൽ സഹായം വേണമെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈ സേവനങ്ങൾ കിട്ടുക? അതിന് ഇവിടുത്തെ മലയാളി അസോസിയേഷൻസ് എല്ലാം തന്നെ വളരെ മുൻപന്തിയിലാണ്. ഫോർ എക്സാമ്പിൾ വേൾഡ് മലയാളി കൗൺസിൽ, ഞാൻ വേൾഡ് മലയാളി കൗൺസിലിന്റെ ദുബായ് ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആയിരുന്നു മുമ്പ്. അതിനുശേഷം വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ഫോർ ഇന്റർനാഷണൽ ബിസിനസ് ഫോറം, ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഇതായിരുന്നു. അപ്പൊ ഈ മലയാളി അസോസിയേഷൻസ് എല്ലാം നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഉപകാരപ്രദമായിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോർക്ക നോൺ റെസിഡന്റ് കേരളത്തിന്റെ നോർക്ക റൂട്ട്സ് പറഞ്ഞ് നമ്മൾ കേരള ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളാണ്. അന്ന് ഇപ്പൊ നോർക്ക റൂട്ട്സ്, ഇപ്പൊ നോർക്ക കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഷുറൻസ് സ്കീം വരുന്നുണ്ട്. അത് നമ്മൾ വേൾഡ് മലയാളി കൗൺസിലിന്റെ ത്രൂ ആണെങ്കിലും അല്ലെങ്കിൽ അക്കാഫ് അസോസിയേഷന്റെ കൂടെ ആണെങ്കിലും അങ്ങനെ പല അസോസിയേഷൻസ് കൂടെ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് അത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആണ്. ഏതെങ്കിലും കാര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടു പോയോ ഇല്ലെങ്കിൽ തിരിച്ചു വരാൻ നാട്ടില് എന്തെങ്കിലും കാരണം, നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവാം, നാളെ എന്തെങ്കിലും ഒരു കാലത്ത് നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ തിരിച്ച് നാട്ടിൽ പോയാൽ അവർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന സ്കീംസ് ആണ് പല ഇൻഷുറൻസ് സ്കീംസ്. അപ്പൊ അതിലെല്ലാം ഇവര് ഇപ്പം അവയർനെസ് ആണ്, അവരോട് പറയുക ഇത് ചെയ്യണം എന്ന് പറയാ, അങ്ങനെ ചെയ്യുന്നുണ്ട്. കഴിയുന്നതും നമ്മൾ ഈ പ്രവാസി അസോസിയേഷൻസ് പല അസോസിയേഷൻസ് ഉണ്ട്. അക്കാഫ് ഉണ്ട്, അതുപോലെ സീറ്റ, ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിന്റെ അലുമിനിയുടെയാണ്. ഞങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ടൊരു അസോസിയേഷനിലൂടെ, അപ്പൊ അതിന്റെ ത്രൂ, ഇല്ലെങ്കിൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ ത്രൂ, അല്ലെങ്കിൽ പ്രവാസി ലീഗൽ സെൽ, അങ്ങനെ ഒത്തിരി
ന്യൂമാൻ കോളേജ് അലുമിനി അസോസിയേഷൻ, അതിന്റെ ത്രൂ അങ്ങനെ പ്രധാനപ്പെട്ട മലയാളി അസോസിയേഷന്റെ ത്രൂ ആണ് നമ്മളിത് ആൾക്കാരിൽ എത്തിക്കുന്നത്. അവരുടെ ത്രൂ എത്തിച്ച് അവയർനെസ് ഉണ്ടാക്കുക. അപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയില് ഒരു പ്രവലന്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സംഘടനകളുടെ എല്ലാം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം UAE നടത്തി. എല്ലാ വർഷവും നമ്മൾ ഒക്ടോബർ മാസം നമ്മൾ പിങ്ക് മന്ത് എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ നടത്തി. അതില് നമ്മുടെ പറഞ്ഞാൽ മതി, ഒരു വീട്ടിലെ ഒരു ഫാമിലിയിലെ ഒരു ലേഡി, ആ വീട്ടിന്റെ ലൈറ്റാണ്, ഒരു വിളക്കാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ കെട്ടുപോകും ആക്ച്വലി. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു അവബോധം വരുത്തുക, അവയർനെസ് വരുത്തുക. അതിവിടെ അവയർനെസ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. നാട്ടില് ഇന്ത്യയിൽ ഞങ്ങള് അതിന്റെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. അതായത് എസ്പെഷ്യലി കോസ്റ്റൽ ഫിഷിംഗ് വിമൻ ഉണ്ടല്ലോ, കോസ്റ്റൽ ഏരിയയിൽ, അവിടെ ഞങ്ങള് തമിഴ്നാട്ടിലാണ് ഇപ്പൊ ചെയ്യുന്നത്. അവിടെ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവരുടെ കൂടെ ചേർന്നിട്ട് എല്ലാ ഞായറാഴ്ചയും നമ്മുടെ അവരുടെ വെഹിക്കിൾ പോയി ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ചെയ്ത് ആർക്കെങ്കിലും സ്റ്റേജ് 1 തന്നെ ഡിറ്റക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി അവരെ രക്ഷപ്പെടുത്താൻ പറ്റും, അവരെ സേവ് ചെയ്യാൻ പറ്റും, അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. അതുണ്ട്. പിന്നെ ഞാൻ കേരളത്തില് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു സീറ്റ ഗാലക്സി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. അതിന്റെ ലൈഫ് ട്രസ്റ്റിയാണ് ഞാൻ. അതിന്റെ ത്രൂ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1000-ഓളം സ്റ്റുഡൻസിനെ നമ്മൾ ഇന്ന് കേരളത്തില് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അത് ഗവൺമെന്റ് സ്കൂളിൽ മാത്രമേ ഉള്ളൂ. എല്ലാ ജില്ലയിലും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലയിൽ നിന്നും നമ്മൾ കുട്ടികളെ കണ്ടുപിടിച്ച് ഫ്രീ ഓഫ് കോസ്റ്റ് അത് സീറ്റ ഗാലക്സി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. പോയി നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അവിടെ നമ്മൾ 8ാം ക്ലാസ്സിലെ കുട്ടികളെ, ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളെ എടുക്കും, പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികളെ എടുക്കും. പൈസ മാത്രമല്ല, സ്കോളർഷിപ്പ് ഒരു ഇതാണ്. സ്കോളർഷിപ്പ് ഇസ് ജസ്റ്റ് വൺ തിങ്. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ഈ കുട്ടികളെല്ലാം നമ്മള് അവരുടെ സ്വന്തം കാലിൽ നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ അവരെ പ്രാപ്തരാക്കും. അപ്പം അവർക്ക് വേണ്ടുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മോട്ടിവേഷൻ സ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ, ഇതൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കും ഈ കുട്ടികളെ. അപ്പൊ ഈ 8 മുതൽ 12 ആകുമ്പോഴത്തേക്കും ഇവരെല്ലാം സ്വന്തം കാലിൽ നിൽക്കാനായിട്ടും വളരെ മിടുക്കന്മാരാവും. ഇവർക്കെല്ലാം തന്നെ പ്രൊഫഷണൽ കോഴ്സിലോട്ട് കയറാൻ പറ്റും. അപ്പം പൈസ കൊടുക്കുന്നത് ഒരു സൈഡ്, പക്ഷെ അതിൽ കൂടുതലായിട്ട് ഇവരെല്ലാം ഒരു പ്രൊഫഷണൽ ആക്കുക എന്നുള്ള ഒരു പ്രയത്നത്തോടെ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞങ്ങൾ ചെറുപടിക്കാണ് കേരളത്തിൽ. അപ്പോൾ എല്ലാ വർഷവും 1000-ഓളം സ്റ്റുഡൻസിനെ വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരാളല്ല, ഒരു വലിയ ടീമാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം. ഞാൻ അതിലൊരു ചെറിയൊരു മെമ്പറാണ്, ലൈഫ് ട്രസ്റ്റിയാണ്. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങൾ, ഇപ്പൊ പീസ് വാലി, ഞാൻ പറഞ്ഞ തൊടുപുഴക്കാരാണ്. തൊടുപുഴയ്ക്ക് അടുത്തൊരു കോതമംഗലത്തില് ഒരു പീസ് വാലി എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഒരു 10 ഏക്കറോളം സ്ഥലം. അപ്പൊ അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യം, ഈ വീട്ടില് ആരും ഇല്ലാതെ, വയസ്സൊക്കെ ആയിട്ട് ആരും ഇല്ലാതെ അവര് താമസിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ, ഇന്ന് 10-14ഓളം കുട്ടികളെ പേരൻസ് കൊന്നു കളഞ്ഞു. ബിക്കോസ് പേരൻസ് എന്താ വിചാരിക്കുന്ന വെച്ചാൽ അവരുടെ കാലം കഴിഞ്ഞാൽ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾ എങ്ങനെ ജീവിക്കും എന്നുള്ള പേടി. അവർക്ക് വേണമെന്ന് വെച്ച് കൊല്ലുന്നതല്ല, പക്ഷെ അവരുടെ വിഷമം കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ പീസ് വാലി അതിലുള്ള സ്ഥാപനം അവർ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യല്ലേ, ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങളുടെ കുട്ടികളെ എന്ന് പറഞ്ഞ് ഒരു 10 ഏക്കറുള്ള സ്ഥലത്ത് ഒരു ഒത്തിരി നല്ലതായിട്ടുള്ള ആൾക്കാർ ചേർന്ന് നടത്തുന്നത് അതിന്റെ കൂടെ ഉണ്ട്. അങ്ങനെ പല കേരളത്തിൽ എന്തെല്ലാം പറ്റുന്നോ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചേട്ടൻ കൈവയ്ക്കാത്ത ഫീൽഡും, അല്ലെങ്കിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ ചാരിറ്റബിൾ ആയിട്ടും അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആണ്. അപ്പാർട്ട് ഫ്രം ബിസിനസ് അതും കൂടെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയാ, നാച്ചുറൽ ഒരു ലവിങ് പേഴ്സൺ ആണോ? ഞാനതിന് കറക്റ്റ് ആയിട്ട് പറയാം, എന്റെ മനസ്സ് പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കേരളത്തിലെ ഇടുക്കി ജില്ല എന്ന് പറഞ്ഞൊരു വൺ ഓഫ് ദ ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ അവിടുന്ന് ഞാൻ ഭാഗ്യം കൊണ്ടാണ് മെറിറ്റില് എഞ്ചിനീയറിംഗ് കിട്ടുന്നത്. അന്നും ഇന്നും 500 റാങ്കിനകത്തില്ലെങ്കിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. അപ്പൊ അതൊക്കെ ഒരു ഭാഗ്യമാണ്, അച്ഛനമ്മമാര് ചെയ്ത ഭാഗ്യം അല്ലെ നമ്മുടെ. പിന്നെ അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചു. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമാണ്. ബിക്കോസ് ഗവൺമെന്റ് ആണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഫീസ് കൂടെ ഞാൻ കൊടുത്തിട്ടില്ല. ആ ഫീസിൽ ബിക്കോസ് എനിക്ക് അന്ന് NCERTയുടെ സ്കോളർഷിപ്പ് കിട്ടി. അപ്പം ആ തുച്ഛമായിട്ടുള്ള ഫീസ് കൂടെ ഞാൻ കൊടുക്കാതാണ് ഞാൻ ട്രിവാൻഡ്രം ജനറൽ പഠിച്ചത്, ഈ 4 വർഷം പഠിച്ചത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ആക്ച്വലി പഠിച്ചത് കേരളത്തിലെ ടാക്സ് പേയേഴ്സിന്റെ പൈസ വെച്ചല്ലേ പഠിച്ചത് അല്ലെ. കേരളത്തിലെ ജനങ്ങളുടെ പൈസ കൊണ്ട് ഞാനിത് പഠിച്ചു. നോക്കിക്കഴിഞ്ഞാല് ഇന്ന് എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണ്
ഓരോരുത്തർ എഞ്ചിനീയറിംഗ് കോളേജിലെ അഡ്മിഷൻ മേടിക്കുന്നത്. എത്ര ലക്ഷം രൂപയാണ് എല്ലാ വർഷവും ഫീസായിട്ട് കൊടുക്കുന്നത്. ഞാനിതൊന്നും കൊടുക്കാതെ പഠിച്ച് 4 വർഷം പഠിച്ച് വെളിയിൽ വന്നു. അത് കാരണമല്ലേ ഞാൻ ഇന്ന് ഈ ലെവലില് ഈ പറഞ്ഞ പല പല MNCസിന്റെയും പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും റീജിയണൽ ഹെഡായിട്ടും ജിയുടെ ഒക്കെ ഗ്ലോബൽ ലീഡറായിട്ടും ഒക്കെ ഇരുന്നത്. അപ്പം ഒരു 37 വർഷത്തോളം പ്രൊഫഷണൽ ലൈഫിൽ പ്രോബബ്ലി ഒരു എക്സ്പാട്രിയേറ്റിന് എത്താൻ പറ്റുന്ന മാക്സിമം ഒരു ലിമിറ്റ് അവിടെ വരെ എത്തി. പിന്നെ ഞാനിപ്പോ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. കാര്യം ഞാൻ നോക്കുമ്പോൾ തിരിച്ച് ആ കമ്മ്യൂണിറ്റിക്ക് എന്നെ ഞാനാക്കിയ ആ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ തോന്നി. അങ്ങനെയാണ് ഞാൻ തിരിച്ചപ്പോ ഞാനൊരു ഔദാര്യമല്ല ആക്ച്വലി ചെയ്യുന്നത്. അവരെനിക്ക് ചെയ്ത ഈ കേരള ജനത എനിക്ക് ചെയ്ത ഒരു നന്മയുടെ ഒരു വളരെ തുച്ഛമായിട്ടുള്ള സംഭവം ഞാൻ തിരിച്ചെങ്ങനെയെങ്കിലും എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ്. പണ്ട് കഷ്ടപ്പെട്ടവരാണെങ്കിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഈ ഒരു കോൺസെപ്റ്റില് ഇവിടെ ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ്, പക്ഷെ എങ്കിൽ പോലും അതിലൊരുപാട് താങ്ക്സ്. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഇവിടെ? ഞാൻ കൂടുതൽ നോക്കുന്നത് പ്രോജക്ട് മാനേജ്മെന്റ്. ഞാൻ പറഞ്ഞിരുന്നു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനികൾ തന്നെ അവരുടെ കൺസൾട്ടന്റ് ആയിട്ട്. കാര്യം ഞാനൊരു 9 to 5 ജോബ് എടുത്താൽ ഓക്കെ, ഏതെങ്കിലും കമ്പനികളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പാഷൻ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ റിസോർട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തമായിട്ട് എനിക്ക് തൊടുപുഴയിൽ ഞങ്ങൾക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്, കുറച്ച് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നോക്കാൻ പറ്റില്ല. ഇന്ന് അമ്മ മാത്രമേ ഉള്ളൂ. അനിയനുണ്ട്, അനിയനും ജോലി ചെയ്യാണ് നാട്ടില്. അമ്മയാണ് ഇപ്പൊ. അപ്പൊ അമ്മയെ ഈ വയസ്സാം കാലത്ത് കഷ്ടപ്പെടുത്തരുത്. അപ്പൊ അത് നോക്കണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണ് പ്രധാനമായിട്ടും ഞാൻ ABB റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് തുടങ്ങാൻ കാരണം. അപ്പൊ നമുക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഇവിടെ കൂടുതൽ ഞാൻ ഈ രീതിയിൽ തന്നെ ആയിരിക്കും മുമ്പോട്ട് പോവുക. കൂടുതൽ ഇവിടെ അധികം എക്സ്പാൻഷൻ ഉണ്ടാവില്ല. അത് തിരിച്ച് നാട്ടിൽ ആയിരിക്കും ഞാൻ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക. കൂടുതൽ റിസോർട്ട്സ് നോക്കുന്നുണ്ട്. കാര്യം റിസോർട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടൂറിസം നമ്മുടെ സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുന്നില്ല. ഞാൻ ആരെയും പറഞ്ഞില്ല, ഈ ഒരു നമ്മുടെ കേരളത്തിന് പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യങ്ങൾ ഇതായിരിക്കും. പക്ഷെ എൻവയൺമെന്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ആയിരിക്കണം ചെയ്യേണ്ടത്. അത് മാത്രമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഞാൻ പല പല ഇതിനും ഇവന്റിൽ പോകാറുണ്ട്, പല ഫോറത്തിൽ പോയിട്ട് പറയണത് ഒരു കാര്യമാണ്. ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലൈൻഡ് ആയിട്ട് എന്ത് ചെയ്തും പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. നേരെ മറിച്ച് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ഉണ്ടാവണം. നമ്മളെ കൂടെ നിൽക്കുന്ന സമൂഹവും അതിന് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രമായിരിക്കും നമ്മൾ ചെയ്യുക. അതാണ് എന്റെ വിശ്വാസം. ഞാൻ അങ്ങനെയായിരിക്കും മുമ്പോട്ട് പോവുക. ചേട്ടന്റെ UAE ആൻഡ് ഇന്ത്യ ഗവൺമെന്റ് എന്തൊക്കെ റെക്കഗ്നിഷൻസ്, മേജർ അച്ചീവ്മെന്റ്സ്, അവാർഡ്സ് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞിരുന്നു ആദ്യം ദുബായ് പോലീസിന്റെ കൂടെ വോളണ്ടിയർ ആയിട്ട് വളരെയധികം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദുബായ് പോലീസ് ഹെഡ് ക്വാർട്ടറിൽ എന്നെ വിളിച്ചു വരുത്തി ഇവിടുത്തെ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മേജർ എനിക്ക് 2 പ്രാവശ്യം എനിക്ക് ദുബായ് പോലീസിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഹെഡ് ഓഫീസിൽ വെച്ചിട്ട്. അത് പ്രവാസിയുടെ റെപ്രസെന്റ് ചെയ്തിട്ടാണോ? അതായത് അവരുടെ കൂടെ ഇവിടെയുള്ള കമ്മ്യൂണിറ്റി ഹെൽപ്പിന് വേണ്ടിയിട്ട് ദുബായ് പോലീസ് റെക്കമെൻഡ് ചെയ്ത് ദുബായ് പോലീസിന്റെ ഹെഡ് ക്വാർട്ടറിൽ വെച്ചിട്ട് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പിന്നെ വേറെ ഒന്ന് ഇവിടുത്തെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയും ദുബായ് പോലീസും DHA ദുബായ് ഹെൽത്ത് അതോറിറ്റിയും ചേർന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് കോവിഡ് ഹീറോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു റെക്കഗ്നേഷൻ കിട്ടിയിരുന്നു. അതും എനിക്ക് തന്നത് ദുബായ് പോലീസിന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതുകൂടാതെ നമ്മുടെ ഇന്ത്യൻ കൗൺസിലായിട്ട് എൻ്റെ ഈ കോവിഡ് കാലത്തെ വർക്കിന് അപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ തോഷിബ മിഡിൽ ഈസ്റ്റ് അവർ ഒരു കോവിഡ് സമുറായി, അതൊരു ജാപ്പനീസ് കമ്പനിയാണ്. കോവിഡ് സമുറായി എന്ന് പറഞ്ഞിട്ട് റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് നോർക്ക റൂട്ട്സും KMA കേരള മാനേജ്മെന്റ് അസോസിയേഷൻ അവർ ചേർന്നിട്ട് NRI ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ. അത് നോക്കണത് ബിസിനസ് മാത്രമല്ല, കേരളത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഓക്കെ, നിങ്ങൾ ഇവിടെ ബിസിനസ് ചെയ്തു പൈസ ഉണ്ടാക്കി, പക്ഷെ ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് എന്ത് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ടുള്ള ഇതാണ്. അതിന് 2024 NRI ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ വന്നിട്ട് അത് കിട്ടി. ഇതെല്ലാം കൂടാതെ എനിക്ക് UAE ഗവൺമെന്റിന്റെ
ഗോൾഡൻ വിസ കിട്ടി എനിക്ക് ഓ ഫോർ ഓൾ ദി വർക്ക് ഡൺ. ഓക്കെ, അപ്പൊ അതാണ് വലിയൊരു റെക്കഗ്നീഷനാണ്. കാര്യം നമ്മള് ഇവിടെ വന്നു. ഈ രാജ്യം UAE ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടുത്തെ റൂളേഴ്സ് ആണെങ്കിലും വളരെ നല്ല ആൾക്കാരാണ്. ഗവൺമെന്റും റൂളേഴ്സും മനുഷ്യരും ഇവിടുത്തെ ആൾക്കാരും ഒക്കെ വളരെ നല്ല ആൾക്കാരാണ്. അവരുടെ കൂടെ നമ്മൾ നിൽക്കും, അവരുടെ ഒരു നല്ല കാര്യത്തിൽ. ഇന്ന് ലോകത്തിൽ എവിടെ ഒരു പ്രശ്നമുണ്ടോ, അതിപ്പോ ലെബനിൽ ഉള്ള ബോംബ് ബ്ലാസ്റ്റ് ആണെങ്കിലോ, ടർക്കിയിലുള്ള ഒരു എർത്ത്ക്വേക്ക് ആണെങ്കിലോ, ഇല്ല സിറിയയിൽ നടക്കുന്ന ഒരു ഡിസ്ട്രക്ഷൻ ആണെങ്കിലോ, എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും UAE ദുബായ് ഏറ്റവും മുമ്പിലുണ്ട് അവർ സഹായിക്കാനായിട്ട്. വളരെ എന്താ പറയുക, കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടുത്തെ റൂളേഴ്സും ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസറും. അവരുടെ കൂടെ നിൽക്കും. നല്ല എന്നെ കൊണ്ട് മാക്സിമം എന്തെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഇവരുടെ കൂടെ ഉണ്ടാവും, ഗവൺമെന്റ് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഓക്കെ, കൃഷ്ണകുമാരേട്ടന് ഒരുപാട് ബിസിനസ്സിലും അതുപോലെ തന്നെ ഇവിടത്തെയും നാട്ടിലെയും ബിസിനസ്സും ചാരിറ്റി പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും എല്ലാം ഒരുപാട് അഭിവൃദ്ധി പ്രാപിക്കട്ടെ. വീണ്ടും ഒരുപാട് നല്ല അവാർഡുകളും ചേട്ടന് കിട്ടട്ടെ. ഒത്തിരി സന്തോഷം. ചേട്ടന് എന്താണ് ലാസ്റ്റ് അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്? നമ്മള് UAE ഞാൻ പറഞ്ഞില്ല, ഒരു പ്രോമിസിങ് ലാൻഡാണിത്. ഓക്കെ, ഇവിടെ വന്ന് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. ഒരു കാരണവശാലും ഒരു റൂള് നമ്മൾ ഡിവീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് ഹാർഡ് വർക്കിന്റെ സ്ഥലമാണ്. നിങ്ങൾ എന്ത് ഫീൽഡിലായിക്കോട്ടെ, നിങ്ങൾ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാവർക്കും എഞ്ചിനീയറും ഡോക്ടറും ചാർട്ടേഡ് അക്കൗണ്ടന്റും ആവാനൊന്നും പറ്റില്ല. നിങ്ങൾ എന്ത് ഫീൽഡ് എടുത്തോട്ടെ, മേ ബി നല്ല ഷെഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു മ്യൂസീഷ്യൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ എന്തെടുത്താലും അതിൽ ദ ബെസ്റ്റ് ആവുക. ഓക്കെ, അതിൽ ദ ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കുക. അതിൽ ഹോൾ ഹാർട്ടഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ഐ എം ഷുവർ റിസൾട്ട് ഈസ് യുവേഴ്സ്. നാളെ നിങ്ങളുടെ ആയിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. താങ്ക് യു. നമസ്കാരം.